സാറേ എന്റെ ഉണ്ട എടുത്തായിരുന്നോ? സാറേ എടുത്തിട്ടില്ല. തോക്കുണ്ടെങ്കിലല്ലേ വെടിവെക്കാൻ പറ്റൂ സാറേ. സാറേ ഈ സ്വിച്ച് ബ്ലേഡ് എടുക്കുന്നുണ്ട് ചന്ദ്രൻ സാറേ. ക്വാർട്ടേഴ്സ് തിരിച്ചുതരാം കേട്ടോ. തിരിച്ചു കേട്ടോ. അതാണ് തിരിച്ചുതരാം. ഓക്കെ. ഈ സാറ് തന്നെ കണ്ടാ മതി, തരും. വന്നോളൂ, ഒത്തോട്ട് വന്നോളൂ. നിങ്ങൾക്ക് ലോയർ ആരും അങ്ങനെ ചാടി ഓടിക്കിറങ്ങാൻ ഒരു അമ്മൂമ്മയുടെ വീടിന് വെക്കേഷൻ വന്നിരിക്കുന്നു. അങ്ങോട്ട് ഇതിന്റെ പെർമിഷൻ ഇല്ല. ഞാൻ പറയാം ഈ ഒരു ഡോർ മാത്രം പ്രശ്നമായിരുന്നു സാർ. ഈ കോർട്ടിന്റെ ഒരു ഡോർ മാത്രം ബിഹേവ് ചെയ്തു. മര്യാദ എല്ലാ വാളിത്തരത്തിനൊന്നും ഞാൻ കൂട്ടിക്കത്തില്ല. ഇരുന്നോ. ഇല്ല, ഇവിടെ അകത്തോട്ട് പോണം. സാറേ എണ്ണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അയ്യോ ഹലോ സാറ് ഹാജരാൻ പറഞ്ഞ് ഞാൻ ഹാജരായി. ഓക്കെ, പ്രൊസീഡിങ്സ് ഒക്കെ നമുക്ക് ചെയ്യേണ്ട തരില്ല സാറേ. സാറ് ഞാൻ ഹാജരാന്നുള്ളതല്ലേ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ എന്നെ കൊണ്ടൊന്ന് ഹാജരാക്കിയിട്ടുണ്ട്. ബാക്കി ഇവിടെ നടക്കുന്ന ബാക്കി എല്ലാത്തിനും ഞാനല്ലേ സാറേ കാരണക്കാരനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ജാമ്യം നിന്ന ആള് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നെ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ ഡ്യൂട്ടി കഴിഞ്ഞില്ല സാറേ. ഇനി അവരെ പാർട്ടി അവരെ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഇനി അവരെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ സാറേ. എന്താ സാറേ ലോക്ക് ചെയ്തിട്ട് ബാക്കി എന്ത് പ്രൊസീഡിങ്സ്? ഇല്ല സാറേ, ബാക്കി പ്രൊസീഡിങ്സ് നടത്താനൊന്നും പറ്റത്തില്ല സാറിന്. അത് പറ്റത്തില്ല സാറിന് ഇവിടുന്ന് അതാണ് സാറിന് ഇവിടുന്ന് ജീവനോട് ഇറങ്ങി പോകണമെന്ന് ആഗ്രഹമില്ലേ? സാറിന് ഇവിടുന്ന് ജീവനോട് അതെ സാർ, അതാണ് പറഞ്ഞത്. സാറിന്റെ പ്രൈമറി ആണെങ്കിലും മെയിൻ ആണെങ്കിലും എന്താണെങ്കിലും അവരെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് സാറേ. എന്നെ കൊണ്ട് ഹാജരാക്കിയിട്ടുണ്ട്. ഇനി അവരെ മേത്ത് കയറാൻ പോലെ എനിക്ക് അത്രേ പറയുള്ളൂ. ഞാൻ ഇവിടുന്ന് കയറി വന്ന പോലെ ഞാൻ ഇറങ്ങിപ്പോവും. ഇവിടെ വേറെ എന്തെങ്കിലും പ്രൊസീഡിങ്സ് നടന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചോണം. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം സാറേ. അതുകൊണ്ട് ബാക്കി നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ സാറേ. ഇനി പ്രൊസീഡിങ്സിന്റെ ഒക്കെ ആവശ്യമുണ്ടോ സാറേ? ഇതൊക്കെ കഴിഞ്ഞില്ലേ സാറേ? എന്ത് കഴിഞ്ഞു സാറിന് എന്തോ പ്രൊസീഡിങ്സ് ഉള്ളേ? എനിക്ക് പീഡി തന്ന റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? എന്തോ പീഡി തന്ന റിപ്പോർട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഞാൻ കാര്യം പറയട്ടെ സാറേ. ഞാൻ സിംപ്ലി സാറിൻ്റെ അടുത്തൊരു കാര്യം പറയാം. ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ കെയർ ചെയ്ത പോലെ ഒരു 5 മിനിറ്റിൽ പുറത്തിറങ്ങി പോയില്ലെങ്കിൽ ആ പുറത്തിരിക്കുന്നവന്മാരെല്ലാം വലിയ വിഷയമാണ്. അവന്മാരെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. സാറിന് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. സാർ എത്രയെന്ന് പറഞ്ഞ് ഇവിടെ ആത്തിരിക്കും. സാറിന് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ നിൽക്കുന്ന PD ഓഫീസേഴ്സിന് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ഇവിടുന്ന് പോവും. ബാക്കി നിങ്ങൾ തന്നെ എന്താ വെച്ചാൽ ചെയ്തോ. ഓക്കെ, ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കാം സാറ് ചെയ്യുന്ന. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫൈൻസ് ഇഷ്യൂ ചെയ്യണം. നീ ഇരിയട ചന്ദ്ര, കുറച്ച് ഇരുന്ന് സംസാരിക്കും. സാറേ പറ. ചന്ദ്ര ഇരിക്കടാ. അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഉറക്കെ സംസാരിക്കും സാറേ. എനിക്ക് ഫൈൻ ഇഷ്യൂ ചെയ്യണം. അതിന്റെ കൂടെ എന്താ ജയിൽ ടൈം ഇഷ്യൂ ചെയ്യണം. സാർ എങ്ങനെ ചെയ്യും സാറേ? സാറിന്റെ ജീവനിൽ പേടിയില്ലേ? സാറേ ഞാൻ കാര്യം പറയാം. 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് നമ്മൾ രണ്ടുപേരും പുറത്ത് വേണ്ടേ? അതാണ് നമ്മളൊരു 5 മിനിറ്റിൽ ഇവിടുന്ന് പുറത്തിറങ്ങി സാറേ. അത് പ്രശ്നം മാറും. പ്രശ്നമാവും. നമുക്ക് നമ്മുടെ പയ്യനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ സാറേ? എന്ത് പറയുന്നത് സാറേ? എന്റെ മര്യാദ. ആളെന്നെ കൊണ്ടുവന്നേ. ആളെ നിങ്ങൾ ഇപ്പൊ ആളുടെ അടുത്ത് ഇപ്പൊ അണ്ണുവിന്റെ അടുത്ത് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വേറെ പ്രശ്നത്തിനായിട്ട് നിങ്ങൾക്ക് നിൽക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ പറഞ്ഞാണ് ജാമ്യത്തിൽ നിങ്ങൾ ആളെ വിട്ട് ആളെന്നെ കൊണ്ടുവന്ന്. പിന്നെ ഞാൻ ഇറങ്ങി പോണ എന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല. അതിനുവേണ്ടിട്ട് നിങ്ങൾക്ക് അവരെ ജയിൽ ടൈം പിന്നെ ഫൈന് ജയിൽ ടൈം അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഫൈനും ജയിൽ ടൈം മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ജയിൽ ടൈം എത്ര നേരം സാറേ?
ജയിൽ ടൈം 20, 30, 38. ഇയാളെന്തോ നാമം ജപിക്കുന്നു. വെയിറ്റ് 58, 68, 73, 83, 93, 91, 104, 134 മാസം. 134 മാസോ? ഇല്ല അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അണ്ണു, നമ്മൾ പറഞ്ഞല്ലേ. അയ്യോ സാറേ 134 മാസം പോയിട്ട് 134 സെക്കൻഡ് ആണ് അവിടെ കിടക്കത്തില്ല. പിന്നെ അണ്ണു 134 മാസോ? അണ്ണു കെയിൻ സാറല്ലേ? ഫോൺ നോക്കാം അണ്ണു. യെസ് 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 ഓഫ് കോഴ്സ് സാർ 134 months, 16 crore 23 lakhs fine. Okay. You can proceed with that. 60. Can I get the actual letter? 60 crore? മെസ്സേജ് മേയർ ആവേണ്ടെന്നാ. നിങ്ങക്ക് കാണാൻ പറ്റില്ല, ക്യാമറ ഉള്ളതുകൊണ്ട്. And jail time? 134. 134. ചന്ദ്രൻ സാറേ, ഇപ്പൊ കോർട്ട് ഓർഡർ സാർ കേട്ടല്ലോ. അപ്പൊ ആ ഒരു രീതിക്ക് നമുക്കത് ചെയ്തേ പറ്റൂ. അതിന്റെ പ്രൊസീഡിങ്സ് മുന്നോട്ട് പോകണമെങ്കിൽ സാറ് കൂടെ വരേണ്ടി വരും. പറ്റത്തില്ലല്ലോ സാറേ. സാറേ അങ്ങനെ വെറുതെ നടക്കില്ലല്ലോ. ആസ് ഓഫ് സിറ്റി ഇപ്പോ സിറ്റിയുടെ മജിസ്ട്രേറ്റ് അല്ലേ പറഞ്ഞു. അപ്പൊ സാർ അത് ചെയ്യേണ്ടതായിട്ട് വരും. സാറ് സറണ്ടർ ചെയ്തല്ലോ, അതാണ് ഇത്രയും കാര്യങ്ങളെല്ലാം കുറഞ്ഞത്. എന്താ സാറേ ഇവിടെ സാറിന് അറിയാം, ഇവിടെ സറണ്ടർ ചെയ്തു. ആര് സറണ്ടർ ചെയ്തു? ഞാൻ സംസാരിക്കാന്നേ സാറിന്റെ അടുത്ത്. ഞാൻ സാറിന്റെ സംസാരിക്കാൻ വന്നേ ഇവിടെന്ന്. അതായത് എനിക്ക് ഞാൻ ഇത്രേ ഉള്ളൂ സാറേ. എനിക്കിവിടെ അതായത് സിറ്റിയിൽ മേയറാൻ വേണ്ടി പോകുന്ന ആളാ. അപ്പൊ പുള്ളിനെ ഇതിൽ എനിക്ക് അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതിൽ എനിക്കിതുണ്ട്, മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇവിടെ വന്നത്. വന്ന പോലെ ഞാൻ പോവും, അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ സാറേ. ഞാൻ പച്ചയ്ക്ക് പറയാം സാറേ, പുറത്തിങ്ങനെ വരും നിങ്ങളെ ഉപദ്രവിക്കും. ചന്ദ്രൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ജോക്കർ എന്ന് പറയുന്ന ആള് മേയർ സ്ഥാനത്ത് ഇലക്ഷൻ നിൽക്കുന്ന ആളാണ്. അതെ. ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ ഒരു ഇൻജസ്റ്റിസ് നടക്കുമ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്ന് ജോക്കർ ബ്രോയിന് ആഗ്രഹമില്ലേ? അതുകൊണ്ടാണ് പുള്ളി എന്നെ കൊണ്ടുവന്നത്. അല്ല, അതുകൊണ്ടാണ് പുള്ളി എന്നെ കൊണ്ടുവന്നത്. ഇലക്ഷൻ ക്യാമ്പയിൻസ് നടത്തുന്ന ഒരാളല്ലേ? ഇലക്ഷൻ ക്യാമ്പയിൻസ് നടത്തുന്ന സാറേ ഞാൻ കൊണ്ടുതരാൻ ഞാൻ പുള്ളി അതാ കൊണ്ടുവന്നത് തന്നെ, മനസ്സിലായില്ലേ? ഞാൻ കാര്യം പറയട്ടെ, ഇവിടെ ഉള്ളതിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ്. അവൻ 5 വയസ്സുള്ള കുഞ്ഞൊന്നുമല്ല സാറേ. ഞാൻ പറഞ്ഞ കേൾക്കാൻ വേണ്ടിട്ട് ഒരു 10, 20, 30, 25 വയസ്സ് വരെ കേൾക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് കേൾക്കത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവന്റേതായ വ്യക്തിത്വം ഇല്ലേ സാറേ? പുള്ളി എന്നെ കൊണ്ടുവന്നു, ഞാൻ പുള്ളിയുടെ ഫ്രണ്ട് ഇരിക്കുകയാണ്. താങ്കളാണ് ഇയാൾക്ക് ആൾജാമ്യത്തിനായിട്ട് വന്നത്. അതെ. സോ കോർട്ട് പ്രൊസീജിയറിന് ആളെ ഇവിടെ ഹാജരാക്കേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്തമായിരുന്നു. അതെ, താങ്കൾ അപ്പം ബാക്കി കോർട്ട് പ്രൊസീജിയർ നടത്തുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമല്ലേ? സാറേ ഈ കൊച്ചിനെ പഠിപ്പിക്കാനല്ലേ പറ്റത്തുള്ളൂ സാറേ. കൊച്ചു പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കണമെന്ന് കൊച്ചും കൂടെ വിചാരിക്കണ്ടേ? പഠിപ്പിക്കാനല്ലേ പറ്റൂ. ഞാൻ പഠിപ്പിച്ചു, നീ മാർക്ക് വാങ്ങണം വേണ്ടെന്ന് അവൻ തീരുമാനിക്കണ്ടേ? സാറേ ഞാനേ അവരടുത്തൊന്ന് പറയട്ടെ, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ. ഞാൻ കൊണ്ടുവരാനുള്ളത് കൊണ്ടുവന്നു സാറേ. ഞാൻ കേട്ട് ഞാൻ വന്ന് ഇവിടെ ഇരിക്കുക. ഹലോ എടാ, ഒരു 5 മിനിറ്റിൽ ഞാൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഒന്ന് DOJ ഓഫീസറെ പറഞ്ഞടാ. ആ നമ്മുടെ പിള്ളേരുണ്ട് DM-ല്. ആ ശരി. ഓക്കെ സാറിന് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇല്ല സാറേ, അതൊക്കെ അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എന്താ ചെയ്തോ, എനിക്ക് പോണം. ചന്ദ്രൻ സാറ്, ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുള്ളിയുടെ സൈഡിൽ നിന്ന് പുള്ളി ഈ കാര്യങ്ങളെല്ലാം ഓർഡേഴ്സ് തന്നു. ഇപ്പൊ PD സൈഡിൽ നിന്ന് സാറിന് കണ്ടാൽ തന്നെ അറിയാം, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ സാറേ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിൽ പേടിയില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനിൽ പേടിയില്ലേ? ഡ്യൂട്ടിയാണോ സാറിന് വലുത്? ഡ്യൂട്ടിയാണോ വലുത് സാറിനെ? അത് കൊള്ളാലോ. സാർ ഞാൻ ഒരിക്കലും അങ്ങനല്ല പറഞ്ഞത്. എനിക്ക് ജീവൻ തന്നെയാണ് വലുത്. പക്ഷേ ഡ്യൂട്ടി അതേ രീതിക്ക് ചെയ്തല്ലേ പറ്റൂ സാർ. അത് ഏത് ഡ്യൂട്ടി ചെയ്താലും നിങ്ങളെ കൊന്നോളെ സാർ. ഈ വരുന്നവന്മാർക്കൊന്നും സാറ് പീഡിയാണ്, തലയ്ക്ക് മുകളിൽ തൊപ്പിയുണ്ടെന്ന് അവന്മാർക്ക് അറിഞ്ഞൂടാ, അവര് കൊല്ലും, മനസ്സിലായില്ലേ? അതുകൊണ്ടാ പറഞ്ഞ മലയാളത്തിൽ ഞാൻ നല്ല ഭാഷയെ പറഞ്ഞ സാറിന്റെ എനിക്ക് പോണം. സാർ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേ സിറ്റിയിൽ ഇനി ആൾക്കാർ ഇതേ രീതിക്ക് പേടിപ്പിച്ചിട്ട് ഇതേ കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്ന സാറേ ഇതെന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ സാറേ. സമ്മതിച്ചു സാറേ, ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റി, സമ്മതിച്ചു. ഞാൻ ഒരിക്കലും ഇത് പറയുന്നില്ല. പക്ഷേ ഇതിന്റെ
പ്രൊസീജിയേഴ്സായിട്ട് ആ ഒരു രീതിക്ക് പോയിക്കൂടെ? കാരണം ഇത്രയും പേര് ഇതിന്റെ കൂടെ നിൽക്കാൻ നേരം പുള്ളി ഇപ്പൊ നിസ്സായ അവസ്ഥയിലാണ്. ലൈക്ക് പുള്ളിയുടെ കയ്യിൽ ഇപ്പൊ ഒരു മാഷില് നമ്മൾ ഇത്ര 3 പേരാണുള്ളത്. ഇതിനകത്ത് ആ ഒരു പ്രൊസീജിയേഴ്സ് ആയിട്ട് പോയപ്പോ നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്നുള്ള രീതിക്ക് ഈ ഒരു രീതിക്ക് കാണിക്കുമ്പോൾ അത് മോശമായിട്ടാണ് പോകുന്നത്. അല്ലല്ല, മോശമായിട്ട് നിങ്ങൾക്കാണ് മോശം, എനിക്ക് മോശമല്ല. നിങ്ങൾ നിങ്ങളെ പീഡിയെ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കണ്ടുപിടിക്കും നിങ്ങള്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. പറഞ്ഞല്ലോ ഇതിന്റെ എങ്ങനെയാണ് പ്രോസസ്. സാർ ഞാനും പറഞ്ഞല്ലോ നിങ്ങൾക്ക് നല്ലതിനാ ഞാൻ പറയണേ. ഈ സാറിനൊക്കെ സാറിന് വീട്ടിൽ കയറണമെന്നില്ലേ ഈ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്? ഹലോ സാറേ കയറണമെന്നില്ല. ചന്ദ്രൻ സാറേ, അല്ല ഡ്യൂട്ടിയുടെ വലുത് നമുക്ക് എനിക്ക് മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഫോളോ ചെയ്യേണ്ട ഒരു അല്ലെ നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും സാറേ. നമുക്കൊന്നും ചെയ്യാനില്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് അനുസരിച്ച് പറ്റത്തുള്ളൂ. അവസ്ഥ സാർക്ക് മനസ്സിലാവണം. ഒരു സൈഡ് മജിസ്ട്രേറ്റ് ഇതാണ് ഒന്ന് സൈഡ് സാർ. മജിസ്ട്രേറ്റ് എവിടെ? അപ്പൊ പോവല്ലേ സാറേ? ഞാൻ അങ്ങോട്ട് ഡോർ തുറന്നല്ലേ അല്ലേ? മജിസ്ട്രേറ്റ് ആണ് പ്രശ്നം. സാറിന് ചെയ്യല്ല, ലിറ്ററലി സാറിന് ചെയ്യല്ലോ. സാറിന് ഇവിടെ കുടുംബക്കാരെല്ലാവരും ഉണ്ടോ? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇന്നലെ വന്നപ്പോഴും ഞാൻ പുള്ളിക്കാരോട് മാന്യമായി തന്നെയാണ് ഞാൻ കാര്യങ്ങൾ. സൗണ്ട് കുറവാ സാറിന്, സൗണ്ട് കുറവാ. ഇന്നലെ താങ്കളുടെ ഫാമിലി മെമ്പേഴ്സ് വന്നപ്പോഴും ഞാൻ താങ്കളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് മാന്യമായിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ ജോണി എന്ന് പറയുന്ന ആൾക്കാരുടെ ഫാമിലി മെമ്പേഴ്സും വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ അടുത്തും കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെ, രണ്ടുപേരും ഞാൻ അതായത് ഞാനാണ് അതായത് എന്താ പറയാ, വിക്ടിം ഞാനല്ലേ? അതെ അതെ. അപ്പൊ ഞാൻ വന്നു ഇവിടെ, ഞാൻ വരാന്നുള്ളതാണ് സാറിന്റെ കാര്യം. ഞാൻ വന്നു, എന്റെ കാര്യം പറഞ്ഞു. എനിക്ക് ഇവിടെ വരേണ്ട ഒരേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി മേയർ സ്ഥാനത്ത് നിൽക്കുകയാണ്, അവരെ അത് ബാധിക്കാൻ പാടില്ല. വന്നു, ഞാൻ എന്റെ കാര്യം പറയുന്നു, പോകുന്നു. ചന്ദ്രൻ, ഞാൻ ഇവിടെ വന്ന് ഏൽപ്പിക്കുന്നത് മാത്രമാണ് ഒരു ബെയിലി ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ സാറേ ലിറ്ററലി സാറിന് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഡിഒജിയുടെ ഓഫീസ് ഇന്നുകൂടി മതിയോ സാറിന്? ഡിഒജിയുടെ ഓഫീസ് സാർ ഇത് സാറേ, ഇത് സാറിന്റെ ലാസ്റ്റ് കേസാണ്. ഡിഒജിയുടെ ലാസ്റ്റ് കേസ് അതാണോ? അല്ലല്ലോ. സാറ് നാളെ ഇവിടെ വരണ്ടേ? ബാക്കിയുള്ള വിഷയങ്ങൾ സാറിന് സോൾവ് ചെയ്യണ്ടേ? ചന്ദ്രൻ സാർ ഇങ്ങനെ എല്ലാരെയും പേടിച്ചോണ്ടിരുന്ന ഇവിടെ എന്തിനാണ് ഡിഒജെ? ഈ വരുന്ന എല്ലാരും ഇങ്ങനെ നാളെ പോലെ ഞങ്ങൾ ഡിഒജെ പൂട്ടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിഒജെക്ക് അർത്ഥമില്ലാതെ പോകത്തില്ലേ? ഒരു കാര്യം ചെയ്യും സാർ, വട്ടത്തിൽ ഇവിടെ നിൽക്കും. സാർ ഇവിടെ വട്ടത്തിൽ നിൽക്കും, എല്ലാരും വട്ടത്തിൽ നിൽക്കും. നമുക്ക് വട്ടം നാരങ്ങ കളിക്കാം. സാറേ രാജ്യത്തിന്റെ സിറ്റിസൺ രീതിയിൽ സാറിന് രാജ്യത്തോട് കുറച്ച് നിയമവ്യവസ്ഥയോടും കുറച്ച് സാറിന് ബഹുമാനമില്ലേ? ഇല്ല, എനിക്കില്ല. മാത്രമേ ഇല്ലല്ല, എനിക്ക് ഇവിടുത്തെ നിയമത്തോട് എനിക്ക് ഒരു വ്യവസ്ഥതയില്ല. ഓക്കെ സാറ് ചെയ്യും, പക്ഷെ എനിക്ക് ചെയ്യാനുള്ള ഞാൻ ചെയ്യും. പിന്നെ അയ്യോ സാറേ, സാറ് പറഞ്ഞല്ലേ സാറേ, ഞാൻ എടുത്തു പറയാം സാറേ, ഞാൻ കൊന്നുകളയും എല്ലാത്തിനും ഇവിടെ ഇരിക്കണേ. ഞാൻ എല്ലാത്തിനെയും കൊല്ലും ഇവിടെ ഇട്ട്, പച്ചയ്ക്ക് പറയാ, കൊന്നുകളയും. അതിൽ അപ്പുറം എനിക്കൊന്നും പറയല്ല. ഓക്കെ സാറ് ചെയ്. സാറ് പ്രൊസീഡ്. വരണ്ടേ? യൂസ് ചെയ്യാൻ പാടില്ല. ഒന്ന് പറഞ്ഞിട്ടാ കഫിയടോ? പറഞ്ഞ കഫിയാണെന്ന് അയ്യടാ കഫ് കഫഴിയടാ കഫഴിയടാ. നീ കഫയാണെന്ന് പറഞ്ഞ ഇപ്പൊ എന്റെ അടുത്ത്? ഏത് മജിസ്ട്രേറ്റ്? ഇപ്പൊ പറഞ്ഞ എന്റെ അടുത്ത് കഫയാണെന്ന് പറഞ്ഞ എന്റെ അടുത്ത്? നിന്റെയൊക്കെ ഓഫീസിന്റെ അകത്തല്ലേ നിക്കണേ? നിന്റെയൊക്കെ ഓഫീസിന്റെ അകത്തല്ലേ? നിനക്കെന്താ പേടിയാ? എന്നാ നീയൊക്കെ ചാകുവാടാ നീയൊക്കെ ഇന്ന്. നിനക്കൊക്കെ ആകെ നിന്റെയൊക്കെ എന്ത് ഡ്യൂട്ടിയാടാ? നിന്റെയൊക്കെ ജീവന്റെ ബോൾ നിനക്കൊക്കെ ഡ്യൂട്ടിയാ? നിന്റെയൊക്കെ ജീവന്റെ ബോൾ നിനക്ക് എന്ത് ഡ്യൂട്ടിയാ? നിന്റെ ജീവന്റെ ഡ്യൂട്ടി നിനക്ക് എന്ത് ഡ്യൂട്ടിയാ? എന്ത് ഡ്യൂട്ടിയാ? എടാ നിന്റെ ഓഫീസിൽ വിളിക്കണോടാ ആദ്യം, അത് ഞാൻ കോൾ എടുക്കട്ടാ ഞാൻ. അല്ല ഇങ്ങോട്ട് വരാൻ പറ, അങ്ങനെ അടുത്ത് ഞാൻ സംസാരിക്കാം. അപ്പൊ കൊണക്കിന് നിന്ന് എന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കാം. വരുന്നുണ്ട് സാറിന് ഇപ്പം കഫ് ചെയ്തത് ഇവിടെ ഡിഒജിയുടെ സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് തന്ന ഓർഡേഴ്സ് ആയതുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്തേ പറ്റുമായിരുന്നു. ഇപ്പൊ ബർച്ചർ വരുന്നുണ്ട്, സാറുമായിട്ട് സംസാരിച്ചിട്ട് ചന്ദ്രൻ സാർ എന്താണെന്ന് വെച്ചാൽ ആ രീതിക്ക് ചെയ്യും. നമ്മളിതിനകത്ത് വലുതായിട്ട് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ രീതിക്ക് നമ്മളിത് ചെയ്യുന്നുണ്ട്. 10-9
എന്താ സാറേ ബർച്ചർ ഇതിപ്പോ തുറക്കരുതെന്ന് പറഞ്ഞ സാറേ എനിക്ക് പോണ്ടേ? 5 മിനിറ്റ് എടുക്കും. എടാ, ഇതിപ്പം സാറേ ഒരു കാര്യം പറയട്ടെ സാറേ, ഇവനെ ഞാൻ ഇവിടെ ഇരിക്കുമല്ലേ സാറേ, ഞാൻ ഉള്ളിടത്തോളം കാലം ഇവന് റൂമിന്റെ വെളിയിൽ പോകത്തില്ല സാർ. ഇപ്പൊ അൺകഫ് ചെയ് സാറേ, ഇത് അൺകഫ് ചെയ്യും സാറേ. നമ്മൾ ഇത്രയും പേരിനകത്ത് നിന്ന് ഇവനെ കഫ് ചെയ്യേണ്ട ആവശ്യം എന്തുവാ? ഭരത് സാർ വരുമെന്നല്ലേ പറഞ്ഞു? ഭരത് സാർ വരട്ടെ, അതുവരെ അൺകഫ് ചെയ്യും. സാറിനോടുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ഇത് അൺകഫ് ചെയ്യണം. ഇത്ര രീതിക്ക് uncuff ചെയ്തോ? നടക്കുന്നുണ്ട്. പക്ഷേ ഇത് വേറെ സാറേ രീതിക്ക് ഇവിടുന്ന് escalate പോകുന്നെങ്കിൽ നമ്മൾ ആവുമെന്ന് സാറേ എനിക്ക് ഇവിടുന്ന് ഉറപ്പുണ്ട്. പോകുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ഇവൻ വരുമെങ്കിൽ വരുത്തേ ഉള്ളൂ. അല്ലാണ്ട് ഇവൻ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പൊക്കോട്ടെ. പക്ഷെ ഈ എന്തായാലും ഈ റൂമിന് ഒരു ഭരത് സാർ വരുന്നവരാണ് എന്തായാലും പോകത്തില്ല. ഒരു മിനിറ്റ്, റേഡിയോ സാറേ. വാങ്ങിച്ചു വെച്ചേക്കാനോ? DOJ മാർഷൽ ലെറ്റ് മീ കംപ്ലീറ്റ്. സർ ഭരത് സാർ വരുന്നവരെ നമ്മളിത് അൺകഫ് ചെയ്യാം. ബട്ട് സാർ എനിക്ക് സാർ ഉറപ്പ് പറഞ്ഞു ഇവിടെ ഭരത് സാർ സിറ്റുവേഷൻ വരുന്ന എസ്കലേറ്റ് uncuff ആവത്തില്ലെന്നുള്ള. ഇവിടെ സിറ്റുവേഷൻ ഒരു രീതിക്ക് എസ്കലേറ്റ് ആവത്തില്ലെന്നുള്ള ഉറപ്പ് സാർ തരണം. ആ ഒരു ഉറപ്പ് സാർ തരാന്നുണ്ടെങ്കിൽ ഞാൻ അൺകഫ് ചെയ്യും. ബിക്കോസ് അൺകഫ് ചെയ്യടോ, താനിലൂടെ പറഞ്ഞ് ഉറപ്പ് തരാന്ന്. എന്തൊരു കഷ്ടം. ഭരത് സാർ വരുന്നവരെ ഇനി റൂമിന്റെ വെളി ഇറങ്ങത്തില്ലാന്ന് അങ്ങനെ സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. ഡോർസൽ ലോക്ക്ഡ് അല്ലേ? അതെ സാറേ. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ. ഇവനെന്തോ ആശാരിയല്ലോ ഒന്ന് ഡോറും കുറച്ച് പോകാൻ. സർ കഴിഞ്ഞ കുറച്ച് ദിവസം ചെയ്ത ചന്ദ്രൻ ഇരിയടാ, ഇരിയടാ എന്താ വല്ലാത്ത പ്രശ്നമാണ്. ഹലോ, സാറിന്റെ അടുത്ത് എനിക്ക് സംസാരിക്കാം. ഒരുത്തനെ ഇവിടെ എല്ലാത്തിനെയും കൊല്ലണേ. പ്ലീസ് സാർ എവിടെ ഇരിക്കുക? സാർ റേഡിയോ യൂസ് ചെയ്യില്ല പ്ലീസ്. ഓഫ് ചെയ്യട്ടെ. സാർ ഫോൺസ് യൂസ് ചെയ്യല്ലേ? ഇരിയടാ ചന്ദ്ര. ഒരു മിനിറ്റ്. എടാ ഉമാർ എന്തോ പറയണ്ട? അല്ല ഇപ്പൊ ചെയ്യാം. ഇവിടെ പുട്ട് പോലെ ഇറങ്ങിപ്പോ കാണിച്ചായിരുന്നു. വലിയ കാര്യം. അന്ന് ഞാൻ മനസ്സിലായില്ല എനിക്ക് ഈ ജീവന്റെ മുകളിലൊക്കെ അവന്മാർക്ക് പേടിയില്ലേ? അവന്മാർക്ക് ഇല്ല, ജീവന്റെ മുകളിലാണ് അവന്മാരെ. ഭരത്ത് വരുന്നവരെ സംസാരിക്കാം. ഭരത്ത് ഇപ്പൊ വരും അണ്ണു. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഭരത്ത് ഇപ്പൊ പറഞ്ഞ ഭരചന്ദ്രൻ വരുന്നുണ്ടാ പുറത്തുനിന്ന്. ആ സാറേ എവിടെ നിൽക്കുന്നു സാറേ? അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടോ? എടാ ഹലോ, വരുമോ? എടാ ഇനിയിപ്പോ എടാ നമ്മള് ചെയ്യാൻ പറയലടാ. പറയല്ലേ. ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മള് ചെയ്യാൻ പോകുന്ന കാര്യം പറയരുത്. ഓക്കെ, ആ രീതിയിലാണ് ഡീൽ ചെയ്യാൻ. കേട്ടാ? ഇത്ര പീടിയുള്ളൂ. ഇത്രക്ക് പീടിയുള്ളൂ. ഈസി ആയിട്ട് ഡീൽ ചെയ്യാന്നുള്ളത്. കേട്ടാ? പുറത്ത് വെച്ച് ചെയ്യാം. ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നോക്കി ഡീൽ ചെയ്യണേ. വേണ്ട എടാ ഇപ്പൊ അടിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യം ആദ്യം. ബാക്കി രണ്ടാമത് വെടിവെക്കുന്നത്. പറഞ്ഞത് രായ എന്തുവാടാ പ്ലാൻ? പ്ലാൻ ഉണ്ട്. ഇപ്പൊ പറയാൻ പറ്റും. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അതാ. ഹലോ, എവിടെന്നേലും തടിയാ കട്ടളയൊക്കെ എടുത്ത് വെച്ചോ കയ്യില്.
ഇല്ല 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 ഇപ്പൊ വേണ്ട, ഞാൻ പറഞ്ഞിട്ട് മതി ഇവിടെ ഇരിക്കണേ. Just wait. Just wait. Just wait. Just wait. Just wait. അപ്പൊ കാണിച്ചു തരാം. എടാ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങേര് ഇങ്ങോട്ട് വരുമെന്ന്. എടാ ചന്ദ്ര. ആരാ 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 ആ ഭരത് സാർ. അങ്ങനെ എന്താ വരാതിരിക്കണേ? എനിക്ക് തോന്നുന്നില്ല. അല്ല അങ്ങേരെ അങ്ങേരെ സംസാരിക്കണേ അങ്ങേ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ എവിടെ കയറി ഇരിക്കുന്നേ? ചത്താലും ജയിലിൽ കിടക്കാൻ താല്പര്യമില്ലല്ലോ നിനക്ക്. കഫ് റിമൂവ് ചെയ്തു ബിക്കോസ് എന്താ സാറേ? കഫ് റിമൂവ് ചെയ്തു സർ, കാരണം അവിടെ എന്നാ വെറുതെ നമസ്കാരം. സാർ നമുക്ക് ആ റൂമിലോട്ടിരിക്കുക. ഇത് ജഡ്ജൊക്കെ ഇരിക്കുന്ന സ്ഥലമല്ലേ? ഓ ജഡ്ജി കേസാണ്. സോറി സോറി, പറയടാ. കണ്ടില്ല കണ്ടില്ല കണ്ടില്ല. നമുക്ക് അകത്തോട്ട് പ്രതികളിക്കുന്ന സ്ഥലത്തിരിക്കാം സാറേ. ഇവിടെ ആകുമ്പോൾ കുറച്ച് ശ്വാസമുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ ഭയങ്കര കൺജസ്റ്റഡാ. സർ ഭരത് സാർ വരുന്നവരെ നിങ്ങളുടെ അവിടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരോട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള രീതിക്ക് ഒരു കമാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ പറ്റുമോ? അതെ ബർസാർ, ഏത് ബർസാർ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ബർസാർ വന്നാലും ഞാൻ കോളൊക്കെ വിളിച്ചോ. അല്ല ഞാൻ കോൾ വിളിക്കാവുന്ന കുഴപ്പമില്ല. അല്ല പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ട്, വരട്ടെ, ഒരു അപ്പൊ പ്രശ്നം പുറത്തൊരു ഇഷ്യൂ ആവാതിരിക്കാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ ആ രീതിക്ക് പറഞ്ഞു ഇതാക്കൂ. കാരണം ഗൺഫയർ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ആണോ സാറ് എന്റെ അടുത്ത് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞ ആദ്യം ഇത്ര പ്രശ്നം ഉണ്ടാവും ഇതിന്റെ അകത്ത്. ഞാൻ പറഞ്ഞില്ല പ്രശ്നം ഉണ്ടാവും സാർ. അത് എസ്കലേറ്റ് ആവാതിരിക്കാനുള്ള നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കഫിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യങ്ങൾ ഇതാക്കാതെ എല്ലാ കാര്യം ചെയ്യുന്നില്ലേ ഞാൻ ആക്കുമല്ലോ സാർ. സർ ഐ റിക്വസ്റ്റ് യു ഭരത് സാർ ഇവിടെ വരുന്നവരെ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യില്ലെന്നുള്ള ഒരു കാര്യം ഒന്ന് പറയൂ. ഞാൻ ഇതല്ലേ സാറേ പറഞ്ഞു, എനിക്ക് പോണം, എന്നെ തുറന്നു വിടാൻ ഞാൻ പറഞ്ഞതല്ലേ സാറിന്റെ അടുത്ത്. സത്യം പറഞ്ഞില്ല. ഭരത് സാർ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് ഭരത് സാർ സാറുമായിട്ട് വരാമോ പെട്ടെന്ന്? അതുവരെ ഇത് ചെയ്യരുത്. സാർ അത്യാവശ്യം ഇങ്ങനെ ഓക്കെ അല്ലടാ? ഇതൊന്നും നോക്കണ്ട, 6 വീഡിയോകള് നിങ്ങൾ അവിടെ അത്ര പേരില്ലേ? സർ അതൊന്ന് പറഞ്ഞു എനിക്കൊന്ന് സ്പേസ്. ഹലോ ഹലോ എടാ എന്തായി? ഓക്കെ ഒരു കാര്യം ചെയ്യ്, വെച്ച് പൊക്കിക്ക് എന്നിട്ട് ഡിമാൻഡ് ചെയ്യാം. ഓക്കെ EMS വരുന്നുണ്ടല്ലോ, EMSന്റെ കണ്ണു വെച്ചിട്ടല്ലേ ചെയ്യണേ. നിങ്ങളവിടെ നിന്നോടെ, നിങ്ങൾ ആരെ പേടിക്കും? എല്ലാം ഡീലിങ് സാറേ. ഞാൻ എന്ത് പറയാ,
എന്തൊക്കെയോ ഫയറിങ് ആൾക്കാരെല്ലാം സാറേ അടിയാവുന്നു. ഇതിനകത്തൊന്നും ഞാൻ ഒന്നും ചെയ്യില്ല സാറേ. കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു. എന്നെ പോലും ഒന്ന് വെറുതെ വിടുന്നില്ല. എന്തൊരു കഷ്ടമായത്. സാറ് പോലും ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ ലൈക്ക് അറിയാലോ എന്താണെന്നുള്ളത് അറിയുന്നില്ല. അതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ കൂട്ടത്തിലുള്ളതാണോ എല്ലാതാണോ എന്താണെന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. എന്തൊരു സാറേ പുറത്ത്? നമുക്ക് പുറത്ത് ഫയറിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട് സാർ ഒരുപാട്. അതല്ല ഞാൻ പറഞ്ഞേ, എല്ലാരും പടക്കവും പൊട്ടിച്ചായിരിക്കും. ടൊമാറ്റോസ്. ഓണമൊക്കെ അല്ലേ വരുന്നത്, ഞാൻ ഇവിടെ ചിലപ്പോ ഇരിക്കാം. സോ നിങ്ങളുടെ സൈഡിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഭരത് സാർ ഇവിടെ എത്തിയിട്ടില്ല ഇതുവരെയായിട്ട്. ലാസ്റ്റ് റേഡിയോ കോൾ ഇങ്ങോട്ട് സാർ, നിങ്ങള് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഞങ്ങളുടെ കാര്യം പിള്ളേരൊന്നും പറഞ്ഞു സാറേ, ഇല്ലേ ഭരത് സാറിനെയൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ കെൽപ്പുള്ളവരാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സാർ അങ്ങനല്ല പറഞ്ഞത്. ഒരു രീതിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എന്താ പറയാ ഈ ഒരു ഇഷ്യൂ മുന്നോട്ട് കൂട്ടി കൊണ്ടുപോകാൻ താല്പര്യമില്ല. അത് കാരണമാണ് നമ്മൾ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിക്വസ്റ്റ് ആണ് ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ ഒരു ഓർഡറോ അല്ലെങ്കിൽ ആ ഒരു രീതിക്കല്ല പറയുന്നത്. ഇഷ്യൂസ് ഒരിക്കലും എസ്കലേറ്റ് ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്. സോ നിങ്ങൾക്ക് അകത്തോട്ട് ഇരിക്കാം. അപ്പോഴത്തേക്ക് ഞങ്ങൾ ബാക്കി യൂണിറ്റ്സിനെ വെച്ചിട്ട് ഇരിക്കാൻ സാറേ, എനിക്ക് എങ്ങനെ വയ്യ അകത്തോട്ടും ഇങ്ങോട്ടോട്ടും നടക്കാനായിട്ട്. ഞാൻ ഇവിടെ കാണും ഇരിക്കുക. ശരി സർ, നിങ്ങൾ അവിടെ ഇട്ടിട്ട് സോ മേക്ക് യു സെൽഫ് കംഫർട്ടബിൾ. ഞങ്ങൾ അത് എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ. ഭരത് സാറിനെ അകത്തോട്ട് Making കൊണ്ടുവരണം. myself comfortable, sir. No worries. ജോക്കർ സാർ ചെയറിലിരുന്നോളൂ. വേണ്ട സാർ, നമ്മള് തറ ഹലോ സാറേ. എന്തുവാ സാറേ ഈ ഭരത് സാറൊക്കെ ചെയ്യുന്നേ സാറേ? എത്ര നേരമായി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? ഇതൊന്ന് തുറന്നു തരുമോ? ഞാൻ അങ്ങോട്ട് നോക്കട്ടെ. ആ ഓക്കെ, അവിടെ അടച്ചോ. എന്ത് ചെയ്യാനാ, സഹകരിക്കൂലെന്നങ്ങ് നിർബന്ധവാ. പുള്ളിക്ക് ഭയങ്കര ഈഗോ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇത്ര ഈഗോ. ഒരു വൃത്തിയായിട്ട് ഈഗോ. വിശക്കുവാ നീ. അങ്ങനെ ഒരു ഇല്ല. ചന്ദ്ര ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഇരിക്ക. പോണാന്ന് പറഞ്ഞ വേണ്ട, നമുക്ക് പോകാം. സാർ ഡിസ്കണക്റ്റഡ് ആണ്. സാർ സാർ അതെ, നമ്മളെ വിട്ടൂടെ? നമുക്ക് പോയ സമയം. ഭരത് സാർ വരുന്നുണ്ട്. ഭരത് സാർ വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭരത് സാർ ഉടനെ എത്തുമെന്ന് തോന്നുന്നില്ല. എന്താണ് സാർ അങ്ങനെ പറഞ്ഞു? അല്ല, ഭരത് സാർ ഉടനെ എത്തൂലെന്ന് തോന്നുന്നു. കുറെ നേരമായില്ലേ, ഭരത് സാർ ഉടനെ ഞാൻ എത്തുവോ? സാറേ ഇത് കുറെ നേരം സാറേ. ഭരത് സാറൊക്കെ ഇന്ത്യ ആവിയായി പോയോ? ചന്ദ്രൻ നിങ്ങളുടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരോടും സഹകരിക്കാൻ പറയണം. സഹകരിക്കത്തില്ല സാറേ അവര്. ഞാനിവിടെ നിൽക്കുമ്പോൾ എങ്ങനെ സഹകരിക്കുമെന്നാണ് സാറ് പറയുന്നത്. സാറിനെ ഇപ്പം ഒരാൾ പിടിച്ചു വെച്ചിരുന്ന സാറിന്റെ പീഡികാർ സഹകരിക്കുവോ? സാറിന്റെ പീഡികാർ അല്ല സാറിന്റെ പീഡികാർ സഹകരിക്കുമില്ലേ? ഉറപ്പായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. എന്ത് നെഗോഷിയേറ്റ് ചെയ്യാനാ? ഇതിപ്പം പിഡിയുടെ ഹയർ ഓഫീഷ്യൽ വരാതെ ചന്ദ്രനെ ഇവിടുന്ന് വിടാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. ഇത് മനസ്സിലാക്കണം സാറേ. ഞാനൊരു കാര്യം പറയട്ടെ. വെയിറ്റ്, ഇപ്പൊ പറയാം സാറേ, ഇപ്പൊ പറയാം. ഓക്കെ സാർ, ഞാൻ കാര്യം പറ്റേ. സാറിന്റെ ഹയർ ഓഫീഷ്യൽ ഞങ്ങളുടെ കയ്യില. നിങ്ങളുടെ ഹയർ ഓഫീസർ ഞങ്ങളുടെ കയ്യിലാന്ന്. ഭരത് സാർ ഞങ്ങളുടെ കയ്യിലാ സാറേ. ഞാൻ ഒരു കാര്യം പറയാം സാറേ, ഭരത് സാറിന് വെയിറ്റ് ചെയ്തിട്ട് കുറെ നേരം സാറേ. ഇത് അതല്ല സാറിന്റെ കയ്യിലാണോ? അതെ. ഭരത് സാർ സാറിന്റെ കയ്യിലാന്ന് തോന്നുന്നു. ആ, എന്താ എന്റെ കയ്യിലാ? കൈ പിടിച്ച് കാണിക്കണം. അപ്പൊ ഇതൊന്ന് നിങ്ങള് തുറക്കുകയാണെങ്കിൽ പുള്ളി എത്തേണ്ട സമയത്ത് എത്തിക്കാം. ഓക്കെ, അതാണ് പ്രശ്നം സാറേ. ഞങ്ങൾക്ക് അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും തരാൻ പറ്റില്ല. നിങ്ങളുടെ ഓഫീസർ ഇല്ലല്ലോ ഇവിടെ. അതിനകത്ത് എന്റെ കയ്യില് അത്രേ ഉള്ളൂ. സാറിന് വേണമെങ്കിൽ സാർ ഒന്ന് ഇത് എന്നെ വീടുമ്പത്തേക്ക് ആളെ ഞാൻ തരാം. ഓക്കെ, ക്ലിയർ ആയില്ലേ സാറേ? എനിക്ക് ആ ഒരു
സർ ഭരത് സാർ ഓൺ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പെട്ടെന്ന് റേഡിയോ അല്ല ഭരത് സാർ ഹി സേഫ്. ആക്ച്വലി എക്സ്എംഡിയുടെ അടുത്തുനിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇവിടെ ആരും ഡൗൺ അല്ല. ഇവിടെ ആര് ഡൗൺ ആക്കി? സാറിന്റെ താഴെ ഡൗൺ ആക്കിയെന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞു ഡൗൺ ആക്കിയെന്ന്? ഞാൻ പറഞ്ഞ സാറിന് ഡൗൺ ആക്കിയത് ഞാൻ പറഞ്ഞോ? ഇല്ല ഞാൻ ഇവിടെ സാറേ സാർ ഇവിടെ ആരെയും ഡൗൺ ആക്കിയിട്ടില്ല. ആളെ ഞാൻ പിടിച്ചോണ്ട് പോയി. ദാറ്റ്സ് ഇറ്റ്. എന്റെ കയ്യിലുണ്ട്. ഭരത് സാർ പോയ രീതിക്ക് ഒരു ഇത് വന്നിട്ടില്ല. സാറിന്റെ ഭരത് സാർ എവിടാ? പുള്ളിയെ വിളി എന്നാ സാറ്. ഈ പറ്റുമെങ്കിൽ എക്സ്പെൻസ് മൊത്തം തപ്പ്. സാറേ എക്സ്പെൻസ് മൊത്തം തപ്പ്. എന്നിട്ട് സാർ ആളെ പിടി. സാറേ ഞാൻ കാര്യം പറയാം. സാറേ സാറിന്റെ കാര്യം പറയാം. ആളിന്റെ കയ്യിൽ എന്റെ വിട്. ഞാൻ ആളെ വിടാം. ഞാൻ വിടാം. ആള് സാറിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ സാർ എനിക്കറിയാലോ, ഞാനിപ്പോ ഓഫീസറാണ്. സാറിന് എനിക്കതിന്റെ കാര്യമില്ല സാർ. എനിക്ക് അതിന്റെ കാര്യമില്ല. നിങ്ങൾക്ക് ആ സിറ്റിയിലുള്ള ആളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് റെസ്പോണ്ട് തരാൻ പറ്റിയില്ലെങ്കിൽ അതിനർത്ഥം പുള്ളി എന്റെ കയ്യിലാ. ഞാൻ പറയുന്നുണ്ട് എന്റെ കയ്യിലാന്ന്. എന്റെ കയ്യിലാണ്. പാനിക് ബട്ടൺ ഞെക്കാൻ പൊന്തിയ കൈയെ ഞാൻ പിടിച്ച് കെട്ടി വെച്ചേക്കോ സാറേ. ഞാൻ സമ്മതിക്കാൻ തോന്നാ സാറിന് പൊക്കില്ലെന്നാ? പുള്ളിയുടെ വർക്കിൽ നിന്ന് പോലും ഒരു പാനിക്സും വന്നിട്ടില്ല. പുള്ളി വന്നത് വെഹിക്കിളിലല്ല, പുള്ളിയുടെ ഒഫീഷ്യൽ വണ്ടിയിലല്ല. സാറേ എന്റെ ആൾക്കാര് എനിക്ക് തന്ന ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം സാർ, നമുക്ക് അകത്തോട്ട് നിക്കാം. ഭരത് കാര്യത്തിൽ നമുക്ക് നോക്കാം സാർ. ഭരത് സാർ എന്തായാലും നിങ്ങളുടെ കയ്യിൽ സേഫ് ആണല്ലോ. സാറേ ആൾ എന്റെ കയ്യില. എന്നെ വിടുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭരത് സാറിനെ വിട്ടുതരാം. അത്ര എനിക്ക് പറയാനുള്ളൂ. സാറേ നിങ്ങളുടെ ഭരത് സാറിനെ നിങ്ങൾ ഇന്ന് കാണാൻ പോണില്ല. ദാറ്റ്സ് ഇറ്റ്. അല്ല, ഭരത് സാർ ഓക്കെ ആണെന്നുള്ള രീതിക്കാണ് സ്റ്റാറ്റസ് എല്ലാം കിട്ടുന്നത്. ആള് ഓക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം അയാളുടെ ഡീറ്റെയിൽസ് ഉള്ള എന്റെ കയ്യില. അപ്പൊ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരേ ഞങ്ങൾ സാറിനെ വിശ്വസിക്കാം. സാറ് പുള്ളിയുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് റേഡിയോ കണക്ട് ചെയ്യാവോ? റേഡിയോ കണക്ട് ചെയ്യാൻ മാത്രം ഒന്ന് പറയോ ഭരത് സാറിനോട്? ഇല്ല, അത് ഞാനാ തീരുമാനിക്കണ്ടേ. അത് സാർ ഒന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ രീതിക്ക് നോക്കാം. ഇല്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. അല്ല എനിക്ക് അങ്ങനെ പ്രൂഫ് കാണിക്കേണ്ട നിർബന്ധമില്ല. ഞാൻ ഇവിടെ ഇരിക്കാം. എത്ര നേരം വേണം ഞാൻ ഇവിടെ ഇരിക്കാം. ഇവിടെ കഫ് ചെയ്ത സമയത്താണ് പോലും ഞാൻ ജോക്കി സാർ പറഞ്ഞ ഞാൻ കഫ് ചെയ്തത്. നമ്മള് രീതിക്ക് സഹകരിക്കുമ്പോ സാറോട് ഇത് ചെയ്യും. സാറ് ആ റേഡിയോയില് എന്നെ കഫ് ചെയ്തതിന് മുന്നേ പുള്ളിയെ ഞാൻ ഹോസ്റ്റ് എടുത്ത് കഴിഞ്ഞു. ബൈ ദ വേ മനസ്സിലായില്ലേ? പുള്ളിക്ക് എന്തെങ്കിലും ഫുഡെങ്കിലും കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ അത് അഴിക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ആളെ ഉപദ്രവിക്കല്ലേ. കണക്റ്റഡ് ആയിരുന്നു. ഞാൻ പേടിപ്പിച്ച പുള്ളിനെ ഓരോന്ന് പറയിപ്പിച്ചോണ്ടിരുന്നു എന്റെ ആൾക്കാർ ത്രൂ. മനസ്സിലായില്ലേ? ഇവിടെ വേണോ നിക്കാം, നിങ്ങളുടെ ഇഷ്ടം. സാറേ ഞാൻ ഒരു കാര്യം ചെയ്തു. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും ഭരത് സാറിന് വേണ്ടിട്ട്, ഇല്ലെങ്കിൽ നമ്മളെ ഇറക്കി വിടണം സാറേ. ഇനി അത് ഭരത് സാറിന്റെ തുമ്പും പാലും കണ്ടിട്ടേ ഇനി അവർ ചെയ്യത്തുള്ളൂ. അല്ല, ഇനി ഭരത് സാറിന്റെ തുമ്പും പാലും കണ്ടിട്ടേ അവർ ചെയ്യത്തുള്ളൂ. ചെയ്യട്ടെ. ചന്ദ്രൻ ഈ പറഞ്ഞിരിക്കുന്ന പണിഷ്മെന്റിനോട് സഹായിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഭരത് സാർ വന്നിട്ടല്ല. ഞാൻ ഒരു കാര്യം പറട്ടെ, നിങ്ങളുടെ ഭരത് സാറേ എന്റെ കയ്യിലാ. നിങ്ങളുടെ ഒഫീഷ്യലിനെ എന്റെ കയ്യിലാ. പുള്ളീനെ നിങ്ങൾക്ക് വേണ്ടേ? അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ പേടിയില്ല. പുള്ളി എന്റെ കയ്യിലാ. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി എടുത്ത് ഞങ്ങളുടെ ഡിഒജിയുടെ റേഡിയോയിൽ കയറി പറയാൻ പറയും. ഓ ശരി, അങ്ങന്നേ എല്ലാം അങ്ങന്ന് പറയുന്ന ചെയ്യാം. ഒരാളെ ഹോസ്റ്റൽ എടുത്ത് വെച്ചേക്കട. ഞാൻ ഇനി പറയാം ഇനി ഞാൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കാത്ത നിങ്ങൾ പറഞ്ഞ ഞാൻ ചെയ്യാം. കാരണം നിങ്ങളുടെ ആളെ എന്റെ കയ്യിലാ. എനിക്ക് ആ പവർ ഉണ്ട് സംസാരിക്കാൻ നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ആ പവർ ഉണ്ട്. മനസ്സിലായില്ലേ? കാരണം എന്റെ കയ്യിലെ പുള്ളി ഇരിക്കുന്നത്. നിങ്ങളെ വിശ്വസിക്കാതെ ഇരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം. ഓക്കെ, മനസ്സിലായി? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്താ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഭരത് കാണത്തില്ല ഇനി. എന്റെ പൊന്നു സാറേ, സമ്മതിക്കണം. നിങ്ങളുടെ ഒരു ഓഫീസറിനെ കൊണ്ടുപോയി ടീ കാണിക്കണം മെസ്സൊക്കെ സമ്മതിക്കണം.
അത് നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒരിടത്തും പറ്റത്തില്ല. നിങ്ങളെ കൊണ്ട് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ സാറേ. എന്തായാലും ആ ഞാൻ പീഡിയെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളല്ല. സാർ ആരെ പ്രസന്റ് ചെയ്താലും ഞാൻ സാറേ എന്റെ സർവൈവിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ നാളെ ഞാൻ സാറിനെ ഒസയാക്കി തരും. അത് ഇപ്പൊ ഞാൻ കാര്യം പറ്റും സാർ, എനിക്ക് രക്ഷപ്പെടണം ഇവിടെ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോകണം. അതാണ് എന്റെ പ്രയോറിറ്റി. ചന്ദ്രനെ വിടാതിരിക്കേണ്ടതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. ആ എന്നാ സാർ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പോകുന്നുള്ളത്, അതിനുവേണ്ടിയുള്ള കാര്യമാണ് ഞാൻ ചെയ്തത്. സാറിന് എന്താ ചെയ്യാൻ പറ്റുക? സാറിന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? സാറിന് എന്താ ഇപ്പൊ എന്നെ എന്താ സാറിന് ചെയ്യാൻ പറ്റുക? അതാണ് ചോദ്യം. സാറിന് എന്നെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളെ ഒരു ഓഫീസർ എന്റെ കയ്യിൽ ഓച്ച അടിക്കുമ്പോൾ സാറിന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക സിറ്റിയിലെ റൂൾസ് പ്രകാരം? ഞങ്ങളുടെ ഓഫീസർ താങ്കളുടെ കയ്യിൽ ഹോസ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചുള്ള എന്നാ ഒരു കാര്യം ചെയ്യും സാർ. ബർസാർ ഓക്കെ എന്നാ സാർ ഒരു കാര്യം ചെയ്യും, ബർസാറിനെ സാറ് വിളിച്ചോണ്ടാ. ഞാൻ ഇവിടെ ഇരിക്കാം. സാറ് പോയിട്ട് ബർസാറിനെ വിളിച്ചോണ്ട് വാ. ശരി അല്ല ഹോസ്റ്റേ അല്ല, പുള്ളി ഹോസ്റ്റേ അല്ല തന്നെ വിചാരിക്കാം. സാറ് പോയി ബർസാറിനെ വിളിച്ചോണ്ട് വാ ഇവിടെ. ഞാൻ ഇങ്ങനെ ഇരിക്കാം ഇവിടെ. പെട്ടെന്ന് വിളിച്ചോണ്ട് പറഞ്ഞേ. ആ പുറത്ത് തൃശ്ശൂർ പോരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൊട്ടറ സൗണ്ട് ഒക്കെ കൂടും. ഓക്കെ സാറേ, ഭരത് സാർ കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഭരത് സാറിന്റെ പറ്റി സംസാരിക്കാൻ വേണ്ടി ബിജു സാർ വരുന്നുണ്ട്. അപ്പൊ ബിജു സാറിനെ ഒന്നും ചെയ്യരുത്, പുള്ളി അകത്തോട്ട് വന്നോട്ടുള്ള രീതിക്ക് നിങ്ങളൊന്ന് പുറത്ത് പറയുക. കാരണം പുറത്ത് കിടക്കുന്ന സൗണ്ടുകൾ കേട്ടല്ലോ സാർ തന്നെ. സാറേ ഞാൻ പുറത്ത് പോണം. ഞാൻ പുറത്ത് പോകാതെ അവന്മാർ അടങ്ങൂല. ഞാനും ഞാനും അണ്ണും പുറത്ത് പോണം. നമ്മളെ കാണാതെ അവര് ഇല്ല സാറേ. അവര് ഭീഷണി സാറേ. ഇപ്പൊ ഞാൻ പറയാൻ ബിജു സാറിനെ ഒന്നും ചെയ്യില്ലെന്നാണ് ഞാൻ ഇപ്പൊ പറയാൻ പോയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഞാൻ അത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്നെ അത് കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പറയാമെന്ന് അവർ വിചാരിക്കത്തുള്ളൂ. നമ്മളെ കാണണം നല്ല രീതിക്ക് പറയാമല്ലോ എന്തായാലും. സാറേ ഞാൻ എങ്ങനെ സാറിന് ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ ഓഫീസിന്റെ സാർ എന്ത് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഡ്യൂട്ടി ഉണ്ടല്ലോ, പീഡിയിലുള്ളൂ, അത് കാര്യമില്ല. ഡിയോജ് ഏരിയാസ് സാറേ ഞാനേ പീഡി ഒന്ന് ചെക്ക് ചെയ്യണം സാറേ. ബിജു സാർ എവിടാ സാറേ? ഒരു സെക്കൻഡ്. ബിജു സാർ എവിടാ? ബിജു സാർ ഇവിടെ പുറത്ത് തന്നെയാണ് സാറേ, ഏരിയയിലുണ്ട്. ഓക്കെ അപ്പൊ ബിജു സാറിന് ഞാൻ കയറ്റാൻ വേണ്ടിട്ട് അവരെ ഇവിടെ ഞാൻ റേഡിയോ കോൾ കൊടുക്കാം. സാർ എന്നെ കുറെ നേരം നിങ്ങൾ പ്രേരിപ്പിക്കുകയാണ്. എന്നെ കൊണ്ട് വെറുതെ ഓരോന്നും ചെയ്യിപ്പിക്കരുത്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞ ഞാൻ ഭരത് സാർ എന്റെ കയ്യില. അതാ ഭരത് സാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ സാറിനോടൊന്നും പറയില്ല. ബിക്കോസ് ബിജു സാർ ആവും ഇവിടുത്തെ ചാർജ്. അപ്പൊ ജസ്റ്റ് എനിക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു എന്റെ കൂടെ എനിക്ക് കണ്ട് സംസാരിച്ചത് ഒരാളെ. സാർ എനിക്ക് പുറത്തോട്ട് സാറിനെ വിടാൻ പറ്റാത്തോണ്ടാണ്. കാരണം പുറത്തെ സൗണ്ട് കേട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് സാറിനെ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്ക്. ഇറങ്ങി ഓടണ്ടേ സാറേ? ബിജു സാർ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ബിജു സാറുമായിട്ട് സാർ സംസാരിക്കുക. ലൈക്ക് എന്താണെന്ന് വെച്ചാൽ സാറിന് ആ രീതിക്ക് സംസാരിക്കും. സാറിന് അറിയാലോ ബിജു സാറിന്. ഡിയോജേവാ ബിജു സാറിന്റെ നമ്പർ ഒന്ന് തരുമോ? അല്ലെങ്കിൽ ബിജു സാറിന് സോറി പറഞ്ഞ പിള്ളേരിന് കേക്കോന്ന് പറഞ്ഞോളൂ സാറേ. ഹലോ എടാ ബിജു സാറിനെ കയറ്റി വിടുവോന്ന്? ബിജു സാറ് പീഡിയിലെ ഹയർ ഓഫീസറാ, ഒന്ന് കയറ്റി വിട്. വരും പുള്ളി വരും. നമ്മളവിടെ നിൽക്കുന്നുണ്ടോ വരാത്ത? വരും. ബിജു സാറിനെ കയറ്റി വിടാൻ ഉദ്ദേശിച്ചത് ഭരത് സാറിനെ കയറ്റി വിടാൻ നോക്കിയത് പോലെയാണോ? ഞാൻ ആലോചിക്കും അത് വേണോ. നമ്മള് വേണമെങ്കിൽ കയറ്റാം. എന്നാ കയറ്റി വിടാട്ടാ. ബിജു സാർ വരില്ല, ആരും വരൂല. എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ ആര് വരും ആര് വരൂലെന്ന്. ആരും വരാൻ പോണില്ല. ബിജു സാറും വരത്തില്ല.
ഹലോ ഡിജെ ഹലോ ഹെഡ് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഹെഡ് അല്ലേ? കറന്റ് ഞാൻ മാത്രമേ ഉള്ളൂ. ഹെഡ് ഓക്കെ. ജോക്കി അതെ ജോക്കി പിന്നെ ഡിഒച്ച് കേൾക്കാനാണ്. ഈ ഒരു RP കണ്ടിന്യൂഷൻ ഇല്ല, ഇതോടെ എൻ്റർ ആണ്, സെർവർ സൈഡ് എൻ്റർ ആണ് ഈ RP. ഓക്കെ സെർവർ സൈഡ് എൻ്റർ ആണോ? അപ്പൊ ഇത് സെർവർ സൈഡ് എന്താ എൻ്റർ ആണ്. ഇതിന്റെ റീസൺ ഒന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അത് ബിക്കോസ് അവിടെ നിങ്ങളുടെ അവിടെ പുറത്ത് സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പുറത്ത് വന്ന് സംസാരിച്ച ബേസിക് അവിടെ ഫയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ അല്ല ഞാൻ കാര്യം പറയട്ടെ പറഞ്ഞോ. സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയട്ടെ. എടാ ഒരു മിനിറ്റ്, റേഡിയോ സൈലന്റ് ആയ ഒരു മിനിറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇവൻ എടാ ഞാൻ കുറച്ചു നേരം ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് ഇവന് ഒരു മെമ്പറാണ് ചന്ദ്രല്ലേ? ചന്ദ്രൻ. ഇവന് പിള്ളേരുണ്ട്. ഇവന് ഒരു ഗാങ്സ്റ്റർ സാധനത്തിൽ കളിക്കുന്നത്. ഇത് ഔട്ട്സൈഡ് RP ഗാങ്സ്റ്റർ റോൾ കളിക്കുന്ന അഡ്മിൻ നിൽക്കുന്നുണ്ട്. അത് അഡ്മിൻ അടുത്താണ് ഞാൻ പറയണേ. അതാണ് ഞാൻ ചോദിക്കുന്നത്. പുള്ളി ഇപ്പൊ എന്താ കാണിക്കുന്നത്? പുള്ളിക്ക് ബോധ്യമില്ലേ? അതാ പറയുന്നത്. അതായത് ഒറ്റ പറയുന്ന നിങ്ങൾ ഹോസ്റ്റേജ് എടുത്തു എന്ന് പറയുന്ന ആള് സിറ്റിയിലില്ല. സിറ്റിയിൽ അത് എവർക്ക് അറിഞ്ഞൂടാ. അഡ്മിൻ അത് എവർക്ക് അറിഞ്ഞൂടാ. അത് എവർക്ക് അറിഞ്ഞൂടാ. ഇതില് കൺഫർമേഷൻ ഇല്ല. കൺഫർമേഷൻ എന്ത് ഞാൻ ഉണ്ടെന്ന് പറയുമ്പോ കൺഫർമേഷൻ ഇല്ലല്ലോ. ഞാൻ കാര്യം പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ വിശ്വസിക്കാൻ അതിന് വിശ്വസിക്കണം. പിന്നെ അല്ലെങ്കിൽ ആള് ഉണ്ടെന്ന് നിങ്ങൾക്ക് എനിക്ക് പ്രൂവ് തരാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രൂഫ് തരാൻ പറ്റുമോ ആള് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്? ഞാൻ ചോദിച്ചില്ലേ ചന്ദ്രന്റെ അടുത്ത്? ഞാൻ ചോദിച്ചില്ലേ ആള് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുള്ളത് പ്രൂഫ് തരാൻ ചന്ദ്രൻ ചോദിച്ചില്ലേ? അതിപ്പോ ആൾ സിറ്റി ഇല്ലാത്തവ ഇറങ്ങിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അതിന് ഞാനാണ് ഇറക്കി വിട്ട ആളെ. അല്ല ഇവിടെ അപ്പൊ ആർക്കും ഇവിടെ ഒരു അല്ല കഴിഞ്ഞില്ല ഇതില്ല, സിറ്റുവേഷൻ കഴിഞ്ഞില്ലേ സാർ? അല്ല സാർ ഇല്ലല്ലേ, ഞാൻ ഇനി ഉണ്ടാക്കല്ലേ? ചന്ദ്രൻ കറന്റ് എവിടെ ഗോഡ് എവിടെ? അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ. സിറ്റുവേഷനിലുള്ള ആള് F8 അടിച്ച് പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ചന്ദ്ര അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ കറന്റ് നടക്കുന്നത് എന്താണ് ഇവിടെ? കണ്ടിന്യൂ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരത് സാർ എന്തിനാ ഇറങ്ങിപ്പോയത്? പുള്ളിയുടെ മിസ്റ്റേക്ക് അത്. അതല്ല ചോദിക്കുന്നേ. ഇന്നലെ ഇന്നലല്ലേ നിങ്ങളുടെ സിറ്റുവേഷൻ കഴിഞ്ഞത്? മിനിഞ്ഞാന്ന് നിങ്ങൾ ഓൾറെഡി അത് സെർവർ സൈഡ് എന്റേതല്ല. ആരും എന്റേതല്ല. അതെന്റേതല്ല. ആ സിറ്റുവേഷന്റെ ബാക്കി ഇന്നലെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഭരത് സാർ വന്നിട്ട് BM-ന്റെ ഓഫീസ് ഒന്ന് പൂട്ടിച്ച് ബാക്കി ആരല്ല ചെയ്ത്. ആൻഡ് ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് അണ്ണുവിനെയും കൊണ്ട് ഇവിടെ, അതായത് അണ്ണു ഹാജർ എന്ന ആള് എന്നെ ഇവിടെ കൊണ്ടുവരാന്നുള്ളത്. ഞാൻ വന്നു. സിറ്റിയിൽ PD കുറച്ചു പേരുണ്ടായിരുന്നു. വന്നു. ഞാൻ എന്റെ ബാക്കപ്പ് അവിടെ ഫ്രണ്ടിൽ നിർത്തി. ഞാൻ പറഞ്ഞു എനിക്ക് പോണം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക എന്താ വെച്ചാൽ. അത് RPക്ക് അവർക്ക് ഞാൻ ഇട്ടുകൊടുത്ത ഞാൻ ഉണ്ടാക്കിയ ഇതാ അത്. അതായത് ഇത് കഴിഞ്ഞ് ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് അവർ RP കണ്ടിന്യൂ ചെയ്യാൻ അതേ ഒരു വഴിയുള്ളൂ അവർക്ക്. അതായത് ഞാൻ ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത് അവർ RP അത്. അതിനിടയ്ക്ക് ഞാൻ എന്റെ ഗ്യാങ്ങിന് ഇന്റർഫിയർ ചെയ്യിപ്പിക്കത്തില്ല. ഞാൻ എങ്ങനെ ഈ RP കളിച്ചത് അതുപോലെ സിറ്റിസനെ വെച്ചിട്ട് ഞാൻ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. എവരാ ഇതിനെ വൾഗറാക്കുന്നത്? ഇവർക്കിപ്പം ചെയ്യാൻ പറ്റുന്ന ഞാൻ കാര്യം ചോദിക്കട്ടെ. ഈ മജിസ്ട്രേറ്റിനും ഈ ബാക്കിയുള്ളവർക്കൊന്നും ജീവനിൽ പേടിയില്ലേ? ഡ്യൂട്ടിയെക്കാട്ടിലും വലുതാണോ ഇവർക്ക്? എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവര് മരിക്കും അറിഞ്ഞിട്ട് ഇവരെന്തിനാ ഇത് ഇത്രയും ചെയ്യുന്നേ? ഇവരെക്കാട്ടിലും 10 ഇരട്ടി ആൾക്കാർ ബാക്കിൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവരിനകത്തിപ്പോ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഫിയർ കാണിച്ചിട്ട് ചന്ദ്രനെ വെളിയിലെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ PD വരട്ടെ. അവിടെ PD വന്നിട്ട് അടിക്കോ പിടിക്കോ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ. പുള്ളിക്കാരൻ ഫിയർ കാണിച്ചിട്ട് ചന്ദ്രനെ വെളി ഡോർ തുറന്ന് ഉറക്കെ ഇറക്കി വിടുക. അത്രേ ഉള്ളൂ പുള്ളിക്കാരൻ ചെയ്യേണ്ടത്. ആ ഡോർ തുറന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിയുടെ റോള് തീർന്നു അവിടെ. അതാണ് അവിടെ ചെയ്യണ്ടേ. അത് ചെയ്യാതെ ഇതിനകത്ത് തന്നെ ഭരത്ത് വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി പുള്ളിക്കാരൻ DOJയുടെ പുള്ളിക്കാരൻ അത് ചെയ്ത് അത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പേടിയാണ്. പുള്ളിക്കാരൻ പിന്നെ റോളും ഇല്ല. മനസ്സിലായി. ഞാൻ ബിജുനോട് സംസാരിക്കട്ടെ. ബിജു ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തില്ലാണ്. ഫെഡപ്പായി ശരിക്കും പറയാം. ഇല്ല, ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല.
ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം. ഈ എനിക്കറിയാം ഈ പറയുന്ന പോലെ ബർസാറിന്റെ അവരെ ആർപ്പ് ചെയ്യുന്നവരെ PD ആർപ്പ് ചെയ്യുന്നവരെ അതിൽ പോയിട്ട് അലമ്പുണ്ടാക്കരുത് ദയവ് ചെയ്ത്. ഈ ആർപ്പ് ചെയ്യുന്നവരെ PD ആർപ്പ് ചെയ്യുന്നവരെ വരെ ചാറ്റിലൊന്നും പോയിട്ട് ദയവ് ചെയ്ത് അലമ്പുണ്ടാക്കരുത്. അങ്ങനെ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് നിർത്തുന്നത്. അത് വേണ്ട. നമ്മൾ ട്രൈ ചെയ്ത് അത് നടക്കൂല. നമ്മുടെ ഈ സിറ്റിയുടെ നിയമവ്യവസ്ഥ വെച്ചിട്ട് ഈ സിറ്റിയുടെ റൂൾസ് വെച്ചിട്ട് നടക്കൂല. അപ്പോൾ നമ്മളത് വിട്ട് അത്രേ ഉള്ളൂ. ഗോകു ബ്രോ താങ്ക് യു ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. അതുകൊണ്ട് ഗൈസ് ദയവ് ചെയ്ത് നിർത്തിക്കോ. അങ്ങനത്തെ പരിപാടിക്ക് നിർത്തിക്കോ ഇതാക്കണമെങ്കിൽ. വേറെ ആരും ചാറ്റിൽ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇവന്മാർക്ക് ഈ റോബറിയും ചെയ്ത് ചന്ദ്രൻ സാറിനെ തൂക്ക് കൊണ്ടിട്ട് എനിക്ക് ഡോറ് തുറന്നു താ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തോ ഉണ്ടെങ്കിലും സാറാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അവിടെ എത്ര PD ഉണ്ടെങ്കിലും സാറ് പറയാം എനിക്ക് എന്റെ ജീവന് ഭീഷണിയാണ്, ഡോറ് തുറന്നു ചന്ദ്രനെ ഇറക്കി വിടുന്നു. അവിടെ ചന്ദ്രൻ ഇറക്കിയിട്ട് ബാക്കി PD ടേക്ക് ഓവർ ചെയ്യട്ടെ. അതാ പറഞ്ഞേ, എന്നെ കണ്ണിയും ചെയ്തിട്ടില്ല. ഇല്ല അണ്ണു സംസാരിക്കണ്ട. ഇല്ല ഇതിൽ ഒരു പോയിന്റ് ഇല്ല സംസാരിക്കണേ. വാ അണ്ണു അവർ പഠിച്ച് വേറെ RP നമ്മൾ പഠിച്ച സ്കൂളിലല്ല പഠിച്ചവര്. ബ്രോ തുറന്നേരോ. എനിക്ക് അറിഞ്ഞൂടാ ഒന്ന് തുറന്നേരാൻ പറയോ. ഒന്ന് തുറക്കൊന്ന്. ഗോഡിനോടൊന്ന് സംസാരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. അവരായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇതായിട്ട് ചെയ്യാൻ അല്ല മനസ്സിലായി. ഇല്ല ഇതിന് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് തുറന്നാ ഇത് കഴിഞ്ഞു ബ്രോ. അത് തുറക്കാൻ ബ്രോ. അല്ല അത് ഓൾറെഡി അത് എന്റെ ആക്കിയതാ. ഞാനാ ഇത് ഹോൾഡ് ചെയ്ത ബ്രോ. എന്തിനാ ചെയ്യണമെന്ന് വെച്ച് ഞാനാ ചോദ്യം ചെയ്തത്. ഇതും തുറന്നുതരാമോ? ഞങ്ങൾക്ക് പോണം. ഓൾറെഡി അനൗൺസ്മെന്റ് ഇട്ടതാ. അണ്ണുനെ കഫ് ചെയ്തല്ല കേട്ടോ. ഈ സാധനം എടുത്തു വെക്കാൻ നോക്കിയതാണേ. സോറി, ഇപ്പം കഫ് ചെയ്തരാം. ഇല്ല അന്നത് മാറിയതാ. ഇല്ല അവർക്ക് മാറിയ അതല്ല. അല്ല അവർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞാൻ എങ്ങോട്ട് നോക്കിയിട്ടാണ് മൗസ് ക്ലിക്ക് ചെയ്യുന്നതെന്ന് അറിയാതെ ചെയ്താന്ന് ചോദിച്ചു. നീ പിന്നെ ഈ പാൽക്കുപ്പിത്തരം കാണിക്കുന്നേ. നീ അല്ല അണ്ണു വെറുതെ കണ്ടില്ല, മനസ്സിലായോ? പാൽക്കുപ്പിത്തരം കാണിച്ചോ. ഇനി വേണം ഇടിച്ചാ നീ എന്താ കഫ് ചെയ്യോ? നീ കഫ് ചെയ്യും. എന്റെ അണ്ണു അവര് അറിഞ്ഞോണ്ടല്ല. അത് കണ്ടറിഞ്ഞൂടെ. അത് അറിഞ്ഞോണ്ടല്ലാന്ന് അണ്ണ അവന്മാർക്ക് എനിക്ക് അറിഞ്ഞൂടെ അണ്ണ. അത് ആ പ്രോപ്പിന്റെ സാധനം. അത് ആ പ്രോപ്പിന്റെ ഇതാ. അത് എനിക്ക് എന്റെ പെർസ്പെക്ടീവിൽ അങ്ങനെ എനിക്ക് തോന്നുള്ളൂ. എന്റെ അണ്ണു അതാ പ്രോപ്പില്. അത് അങ്ങനെ എനിക്ക് ഞാൻ കളിച്ചിട്ടുള്ളല്ലേ ഇതിൽ. എനിക്കത് എടാ കഴിഞ്ഞ സിറ്റുവേഷൻ ഇതൊന്നും ഇതാക്കാൻ പോണ്ട. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ. എന്തിനാടാ ഈ ഭരത് എങ്ങനെയാ ചത്തത് ഒന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടാ. ആ POV എനിക്കൊന്ന് പുറത്തുനിന്ന് എനിക്ക് ആ POV പുറത്തുനിന്ന് കാണിച്ചു തന്നെ എനിക്ക്. അല്ല ഭരത്തിന്റെ അല്ല. എനിക്ക് നിങ്ങളുടെ POV എനിക്ക് കണ്ടാ കൊള്ളാന്നുണ്ടെന്ന്. ഒന്ന് RP ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. ഞാൻ നോക്കട്ടെ ഒന്ന്. ഞാൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കട്ടെ. വോയിസ് ബഗ് ഉണ്ടേ. ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ ആരും കാണത്തില്ല. ഹലോ കാണിക്കൂ. POV കാണിക്കൂ. ചന്ദ്ര അവരിപ്പോ എന്താ ഇറങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? ചെറിയ പരിപാടിയിലാണ്. പുള്ളിതാണ് ഈ ചുമല വണ്ടിയേ. ഹലോ
ഹലോ ഹലോ സാറേ സാറേ ഒന്ന് വണ്ടി തന്നെ ഞാനാണ് ഫയർ എടാ നീ ഇത് കംപ്ലീറ്റ്ലി വിട്ടോളാം എന്താ ERP? ഇല്ല ഇത് വിട്ടാണ്. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ അണ്ണു. ഞാൻ പറയട്ടെ, ഇതേ സിംപ്ലി ഞാൻ പറയാ, പുള്ളി ഇവിടെ ഒന്നാമത്തെ കാര്യം കണ്ണാൻ ചെയ്തപ്പോ ഫിയർ RP കാണിച്ചില്ല, ബാക്ക് എടുത്ത് പോയി. അത് ഇന്നലെ കാണിച്ചല്ലോ. അല്ലല്ല, അത് ഇന്നലത്തെ കാണിക്കാതെ പിന്നെങ്കിലും പോട്ടെണ്ണോ. 10-20 പീഡികളുണ്ടെന്ന് പറയാം. ഒരു 3-4 പീഡി നമ്മൾ 10, 20, 25, 30 പേര് അടുപ്പിച്ച് ഇവിടെ ഉണ്ട് സിറ്റുവേഷനിൽ. അത് കാണിച്ചില്ല. എന്നിട്ട് ഇതേ എന്താ FIR അടിച്ചു പോയി. ഇതെന്താ പുള്ളി FIR അടിച്ച് ചത്ത കിടക്കുമ്പോ പുള്ളി FIR അടിച്ചു പോയി. ഇനി ഈ RP എങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ്? ഈ RP എന്ത് മണ്ടത്തരം അവര് കാണിക്കുന്നേ? അല്ല അണ്ണു, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പുള്ളി എന്ത് മണ്ടത്തരേ കാണിക്കുന്നത്? ഇങ്ങനെയാണ് RP കളിക്കുന്നത്. അതുകൊണ്ടാ എനിക്ക് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ അടക്കം FA2 അടിച്ച് പോകുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല. എന്തൊക്കെയാ സത്യം പറഞ്ഞാൽ അല്ല, നടക്കുന്നത്. എനിക്കിതൊന്ന് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഞാൻ ഇത് VCP സംസാരിക്കട്ടെ അണ്ണു. അല്ല, ഈ ഹയർ ഒഫീഷ്യൽസ് എന്താ കാണിച്ച അവിടെ? ഈ ഗൈസ് ആരും പോയിട്ട് അങ്ങനെ ചാറ്റിൽ പോയി തെറി വിളിക്കല്ലേ? ഇതെങ്ങനെ ഇത് ഇതാക്കാൻ പറ്റുന്നുള്ളത്, എങ്ങനെ എൻഡ് ചെയ്ത് വിടാൻ പറ്റുന്നുള്ളത് ഒരു ആവശ്യമില്ല. ഭരസാറിന് ഓണം. ഭരസാറിന് ഓണം. ഒരു മിനിറ്റ് ഞാൻ മെസ്സേജ് അയച്ചോട്ടെ പുള്ളിയുടെ ചാറ്റില്. ചന്ദ്ര വിടറാ. അല്ലല്ല, അതല്ല, ഞാൻ നമ്മളെ പിള്ളേരെ നിർത്താൻ പറയാൻ വേണ്ടിട്ട്. അല്ല, അപ്പാപ്പനോ സിറ്റി അപ്പാപ്പനൊന്ന് വരാൻ പറഞ്ഞൊന്ന്. എടാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ചന്ദ്ര, ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും നീ പറയുന്നേ? എടേ, ആ പുള്ളിയുടെ ചാറ്റിലൊന്നും ആരും തെറി വിളിക്കല്ലേ അണ്ണു? ഇല്ല എനിക്ക് ഈ ഹയർ ഒഫീഷ്യൽസ് അവിടെ കാണിച്ചില്ല അണ്ണു. നമ്മൾ ഇന്നപ്പോ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ അത്രയും ആൾക്കാർ പുറത്തുണ്ട്, അതുകൊണ്ട് നമ്മളിപ്പം ഇതാക്കിയില്ലെങ്കിൽ അവര് നിങ്ങളെ കൊന്നുകളയെന്ന് പറഞ്ഞില്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള ആൾക്കാരെ ഉള്ളൂ. ഞാനത് കണ്ടോണ്ടാ ഇത് പറഞ്ഞത് അവരെടുത്ത്. അപ്പോ അവരത് ഏത് രീതിയിലാ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നേ? അതായത് അവർക്ക് ലൈഫ് എന്തൊക്കെയല്ലേ. അപ്പൊ ഈ സർവർ സൈഡിൽ നിന്ന് ഫുൾ ആയിട്ട് ഉണ്ടാക്കിയല്ലോ അല്ലേ ആന്ത്രു? സർവർ സൈഡിൽ എനിക്ക് ഇതെന്താ എവർക്കൊക്കെ മാത്രമേ വിഷമമുള്ളൂ, നമുക്കാർക്ക് വിഷമമില്ലേ? അതാണ് ഒരു RP ഇത്രയും കൊണ്ടുവരുമ്പോ തന്നെ ബുദ്ധിമുട്ടാ, മനസ്സിലായതാ? എടാ ഞാൻ വിചാരിച്ച, എടാ ബാല, ഞാൻ ഇങ്ങനെ വിചാരിച്ച ഈ സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ വിചാരിച്ച, അതായത് അവർക്കൊരു ഓപ്പണിംഗ് വേണം എന്തായാലും ഈ RP കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. അവർക്കൊരു ഓപ്പണിംഗ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ DOJ കയറിയിട്ട് ഞാൻ എന്താ പറയാ അവിടെ വന്നിട്ട് ജസ്റ്റ് പറയണം എന്റെ ആൾക്കാരുണ്ട്, എന്നെ ഇപ്പൊ നിങ്ങൾക്ക് അവർക്ക് അപ്പോൾ നിസ്സഹായരാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ സൈഡിൽ ആൾക്കാർ കുറവാണ്, മാൻ പവർ അവരുടെ സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സിറ്റുവേഷൻ വീണ്ടും റീഓപ്പൺ ആയി. എന്നാലേ അവർക്ക് ഓപ്പണിംഗ് ഉള്ളൂ. ഈ സിറ്റുവേഷൻ വീണ്ടും ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരേ വഴി അതേ ഉള്ളൂ അവർക്ക്. അതും എന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ വെറുതെ സിറ്റി നടക്കുമ്പോ എന്നെ വീണ്ടും ഇങ്ങനെ ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും RP കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒന്ന് പിടിച്ചോണ്ട് പോകുന്നുള്ളതാണ്. പിന്നെ ഇത് ലൂപ്പ് ആയിക്കൊണ്ടിരിക്കും. അതെ, ലൂപ്പ് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നിന്നെ ഒരിക്കലും പിടിക്കാനും പറ്റത്തില്ല. ലൂപ്പ് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. എന്നെങ്കിൽ അവര് എന്തേലും ഇതായി പ്ലാൻ ചെയ്ത് ചെയ്യണം 2-3 ദിവസം കഴിഞ്ഞിട്ട്. എനിക്കറിയത്തില്ല, എന്തൊരു കഷ്ടമാണ്. എടാ ദൈവത്തെ ഓർത്ത് അവിടെ ആരും പോയി തെറിയൊന്നും വിളിക്കല്ലേ. സാറേ, മാർക്കോ സാറല്ലേ മാർക്കോ? അല്ലേ, അണ്ണു ഓക്കെ അല്ലേ? എടാ ഇത് ചുമ്മാ ഫണ്ണായിട്ട് എടുത്ത് കളയേണ്ട RP ആടാ. നല്ല രസമുള്ള RP ആയിരുന്നു. ഒന്നും ഇടവേണ്ട. ഭരസാറിന് ഇപ്പോഴും RP എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്നാണ് പുള്ളിക്ക് തോന്നുന്നത്. അത് പുള്ളിക്ക് മനസ്സിലാവണമെങ്കിൽ പുള്ളി സഹകരിച്ചാലേ പുള്ളിക്ക് മനസ്സിലാകാൻ പറ്റൂ. ഭരസാർ അത് കാണുന്നുണ്ടെങ്കിൽ സാർ സഹകരിച്ചാലേ സാർക്ക് അടുത്തുള്ള RP സാറിന് അറിയാൻ സാറിന് എന്താണ് അടുത്ത RP എന്ന് മനസ്സിലാവണമെങ്കിൽ സാർ സഹകരിക്കണം.
സാർ സഹകരിച്ചാലേ അടുത്ത് വെടിവെപ്പാണോ എന്താണ് സാറ് മനസ്സിലാകത്തുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ. ഞാൻ ഇന്നലെ പറഞ്ഞ പോയിന്റ് ചെയ്ത ഇവിടെ ആരും സംസാരിക്കുന്നില്ല. സംസാരിച്ചൊരു RP ആ സാധനം നിക്കുന്നില്ല. ഇത് ചുമ്മാ ഉടനെ അവിടെ ഞാൻ പറഞ്ഞില്ല. അല്ല ബ്രാവോനൊന്ന് വിളിക്കും. എനിക്ക് ബ്രാവോ ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന മെസ്സേജ് നോക്ക്. ഇൻട്രസ്റ്റിംഗ് RP ചെയ്യും. സെക്കൻഡ് സാറേ നല്ല കാലമുള്ളോണ്ട് നിക്കുക. സാർ എന്നൊന്ന് സാർ നന്നേ അയ്യോ സോറി അത് തട്ടിയതാണ്. സാർ ഒരു സെക്കൻഡ്. എടാ പറഞ്ഞോ. ഒരു സെക്കൻഡ്. അല്ല ഞാൻ ഒരു സെക്കൻഡ്. എടാ ലെവി പിസ്റ്റൽ ഉണ്ടോടാ കയ്യിൽ? എന്റെ പിസ്റ്റൽ തന്നെ പെട്ടെന്ന് പിസ്റ്റൽ തന്നെ. ഒരു സെക്കൻഡ്. സാറേ സാറിന് കൈ വെക്കിയ ജസ്റ്റ് ഒന്ന്. ആഹാ എല്ലാരും ഇങ്ങനെ തന്നെ. ഞാൻ നോക്കിയതാ. അല്ല എല്ലാവർക്കും ഇത് ഉണ്ടാന്ന് നോക്കി. ഈ റിഫ്ലക്ഷൻ എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാ. ഓക്കെ വെരി ഗുഡ്. ഓക്കെ മനസ്സിലായി. ഞെട്ടാ ഈ ഓർഡറിനെ സംഭവം മനസ്സിലായില്ല. അല്ല ഞെട്ടിത്തെറിച്ചതുണ്ട്. ഓക്കെ ഞെട്ടാ എന്തായാലും ഞെട്ടാ. ഓക്കെ സാർ പൊക്കോ. അതെ സാർ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കിയതാന്ന്. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത് അങ്ങനത്തെ ഇതുണ്ടോ നിങ്ങൾക്ക്. സാർ വലിയൊന്നുമില്ല സുന്ദരം സാർ ഇന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇന്ന് ക്ലബൊന്നും മറ്റേ പൂട്ടിക്കാനില്ല സാറേ. അല്ല സാറേ ഞാൻ കാര്യം പറ്റേ അല്ലല്ല വെയിറ്റ് ഒരു 12 പേരെ ചോദിച്ചായിരുന്നേ. 23 പേരുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ട് ഇത് സംസാരിക്കണ്ട. ആ സിറ്റുവേഷൻ പറ്റി ഇപ്പൊ സംസാരിക്കണ്ട. അത് ഇപ്പം സെർവർ ഇതാക്കി വെച്ചേക്കാം അവിടെ. അഡ്മിൻ വന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇത് സിറ്റി സൈഡ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നേ പറയാൻ പറഞ്ഞു. ഓക്കെ ഇവിടെ നിന്ന് പോവില്ല അപ്പം. അങ്ങനെ പടക്ക കട ഹൂതാകാവ. നമുക്ക് നേരെ ഗ്യാങ് വണ്ടി എടുക്ക. ഏതെങ്കിലും ഗ്യാങ്ങിനെ വള്ളി എടുക്കാൻ പറ്റുമോ നോക്കാം. വള്ളി എടുക്കാം. അന്ന് വാ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. ഇതിങ്ങനെയാണ് ഇങ്ങനെ നടക്കത്തുള്ളൂ ഇവിടെ. അത്രേ ഉള്ളൂ. ചന്ദ്ര പിന്നെ നമ്മളെ മണി ടർഫ് നമ്മളെ ആസ്ഥാന സംഭവമൊക്കെ എടുക്കും കേട്ടോ. എന്താ മണി ടർഫ് ഇല്ലേ? മണി ടർഫ് നമ്മളെ മെയിൻ ബേസ് ആയിട്ട് എടുക്കും കേട്ടോ. നിങ്ങളെടുത്തോ അവിടെ പോയി താമസിച്ചാ ശരി.